Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അങ്കമാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറോ കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി. സൂനോറോ ദർശനത്തിലും പെരുന്നാൾ ചടങ്ങുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ പുണ്യപുരാതന ദേവാലയമാണ് അങ്കമാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി സൂനോറോ കത്തീഡ്രൽ. ദേവാലയത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 15-ന് വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ കൊണ്ടാടി വരുന്നു. വിശുദ്ധ ദൈവമാതാവ് ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടതിന്റെ സ്മരണാർത്ഥം നോമ്പ് ആചരിച്ചതിനു ശേഷമാണ് ശൂനോയോ അഥവാ വാങ്ങിപ്പ് പെരുന്നാൾ ആചരിക്കുന്നത്. പെരുന്നാൾ തലേന്ന് നടന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും മർക്കോസ് മോർ ക്രിസോസ്റ്റോമോസ് മെത്രാപ്പോലീത്ത കാർമ്മികത്വം വഹിച്ചു. അമ്മയുടെ നാമധേയത്തിലുള്ള പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. മണ്ണർകാട് ചെന്നാൽ അവിടെയുണ്ട്. കട്ടച്ചിറയിൽ നമുക്കറിയാം. ജനങ്ങൾ അതിനെയൊക്കെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നുവെങ്കിലും അതൊക്കെയും ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ആ സുഗന്ധദ്രവ്യം ഒഴുകിയത്. അവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തക്സയിൽ നിന്നും മറിയാം എന്നുള്ള ഭാഗങ്ങളിൽ ദൈവമാതാവ് എന്ന് എഴുതിയേക്കുന്ന മറിയാം നീലെ തൂക്ക് എന്ന് നമ്മൾ ചൊല്ലുന്ന ആ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ആ സുഗന്ധദ്രവ്യം ഒഴുകുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, അവിടുത്തെ ചിത്രത്തിൽ നിന്നും മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നും അമ്മയെക്കുറിച്ച് എവിടെയൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നു അവിടെയൊക്കെ പ്രാർത്ഥനകൾ പുസ്തകത്തിൽ നോക്കുകയും അപ്രകാരം അവിടെ സംഭവിച്ചു. എവിടെ വേദനകളുണ്ടോ, എവിടെ സങ്കടങ്ങളുണ്ടോ, എവിടെ തകർച്ചകളുണ്ടോ, എവിടെ നിരാശകളുണ്ടോ, എവിടെ പരാജയങ്ങളുണ്ടോ, അവിടെ എല്ലാം ഈ അമ്മ ഓടിയെത്തുന്നു എന്നാണ് അതൊക്കെയും വെളിപ്പെടുത്തുന്നത്. സമാനതകളില്ലാത്ത വേദനകളിലൂടെയാണല്ലോ ആ ഇടവകം കടന്നുപോയതും കടന്നു പോകുന്നതും. അവിടെയൊക്കെ അമ്മയുടെ ശക്തി അവരെ പിടിച്ചു നിർത്തുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ആ അമ്മയുടെ നിര്യാണ സമയത്ത് നമ്മുടെ കർത്താവ് സകല സ്വർഗീയ സേനകളോടും കൂടെ അമ്മയുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്നു. ആദ്യം മുതലുള്ള എല്ലാ വിശുദ്ധന്മാരെയും ആ സമയത്ത് നമ്മുടെ കർത്താവ് കൂട്ടി വരുത്തി. അപ്പോസ്തലന്മാർ പല ഭാഗങ്ങളിലായിരുന്നവർ ഇന്ന് പ്രമേയ സദറ വായിച്ചപ്പോൾ സദറയിൽ നിങ്ങൾ കണ്ടു കാണും. വായുവിലൂടെ ആ അപ്പോസ്തലന്മാരെല്ലാവരും യെരുശലേമിലേക്ക് ഒന്നിച്ചുകൂടി. തുടർന്ന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വിശുദ്ധ സൂനോറോ പേടകത്തിൽ നിന്ന് പുറത്തെടുത്ത് ദൈവമക്കൾക്ക് ദർശനത്തിനായി വച്ചു. സൂനോറോ ദർശിച്ച് വിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ശൂനോയോ പെരുന്നാൾ ദിനത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും പ്രസംഗത്തിനും വന്യ ഗബ്രിയേൽ റമ്പാൻ മൂവാറ്റുപുഴ കാർമ്മികത്വം വഹിച്ചു.
വർഷിക്കപ്പെടുകയും ആയതിനാൽ ആദിമ സഭ അപ്പോസ്തലന്മാർ തന്നെ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ആണ്ടിൽ 3 പ്രാവശ്യം കൊണ്ടാടണമെന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ ജനുവരി മാസം 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടി, മെയ് മാസം 15-ാം തീയതി കതികൾക്ക് വേണ്ടി, ആഗസ്റ്റ് മാസം 15-ാം തീയതി മുന്തിരിക്കുലകൾക്ക് വേണ്ടി എന്ന 3 പെരുന്നാളുകൾ. പിന്നീട് സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ആഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ കർമ്മത്തിന്റെ ഓർമ്മയുമായി നാം ഇപ്പോൾ ആഘോഷിച്ചു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്ത് കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ കുർബാന നിലനിൽക്കുകയുള്ളൂ എന്ന ആദിമ സഭയുടെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോതമ്പിന് വേണ്ടിയും മുന്തിരിക്ക് വേണ്ടിയും എല്ലാം മധ്യസ്ഥതയായിരിച്ച കാർഷിക വിളകളുടെ നല്ല നടപ്പിന് വേണ്ടി പരിശുദ്ധയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് യാചിക്കുന്നു. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണവും നടന്നു. തുടർന്ന് സൂനോറോ ദർശനം, നെയ്യപ്പം നേർച്ച എന്നിവയ്ക്ക് ശേഷം പള്ളി ചുറ്റി ആകർഷകമായ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. നേർച്ച സദ്യയിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിവികാരി ഫാദർ ഗീവർഗീസ് മണ്ണാറമ്പിൽ, സഹവികാരി ഫാദർ എൽദോ ചെറിയാൻ കൂരൻ, ട്രസ്റ്റിമാരായ റോബി എബ്രഹാം, ജീസ് മാത്യു പാറയ്ക്കൽ തുടങ്ങിയവർ പെരുന്നാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.